ഹായ്. ഈ ചരിത്രത്തിലെ ചില കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് ഭയങ്കര കൗതുകം തോന്നും. അപ്പോൾ അങ്ങനെ ഒരു കൗതുകം തോന്നുന്ന ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ജയിലിൻ്റെ മുന്നിലാണ്. ഈ ജയില് വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ജയിലാണ്. നമ്മുടെ ഉപ്പ് സത്യാഗ്രഹത്തിലെ ശിക്ഷിക്കപ്പെട്ട മഹാത്മാഗാന്ധി വർഷങ്ങളോളം ജയിലിൽ കിടന്ന ഒരു ജയിലാണിത്. അപ്പോൾ ഈ ജയിലിൽ വെച്ചാണ് കസ്തൂർബാ ഗാന്ധി മരിച്ചത്. അവരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം ഇവിടെ തൊട്ടടുത്താണ്. പിന്നെ അതേപോലെ തന്നെ ഗാന്ധിജിയുടെ ചിതാഭസ്മം 4 സ്ഥലങ്ങളിലായിട്ടാണ് നിമജ്ജനം ചെയ്തിരിക്കുന്നത്, അങ്ങനെ അല്ലെങ്കിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 4 സ്ഥലങ്ങളിൽ ഒന്ന് ഇവിടെയാണുള്ളത്. അപ്പോൾ ഞാനിനി ക്യാമറയുടെ മുന്നിലിരുന്ന് തള്ളി മറിക്കുന്നില്ല, ഇനി പുറകിലിരുന്ന് തള്ളി മറിക്കാം. നമുക്കൊന്ന് ജയിലൊന്ന് കാണണ്ടേ, എങ്ങനെയായിരിക്കും ആ ജയിൽ എന്നുള്ളത്. ഈ കാണുന്നത് ആഗാഖാൻ ഫോർട്ട് എന്ന് പറയുന്ന മഹാത്മാഗാന്ധി കിടന്ന ഒരു ജയിലാണ്. അതായത് ഒന്ന് ചിന്തിച്ച് നോക്കുക, വർഷങ്ങൾക്ക് മുമ്പ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പിടിക്കപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട സമയത്ത് വർഷങ്ങളോളം അദ്ദേഹം ഈ ജയിലിലായിരുന്നു, ഇവിടുത്തെ ജയിലിലായിരുന്നു കിടന്നത്. ഇത് ആഗാഖാൻ ഫോർട്ട് എന്ന് പറഞ്ഞാൽ, ആഗാഖാൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കൊട്ടാരമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഒരു സാമന്തൻ അല്ലെങ്കിൽ പെൻഷൻ പറ്റിയ ആളായിരിക്കാം. അവരുടെ ഒരു കൊട്ടാരമായിരുന്നു. ആ കൊട്ടാരമായിരുന്നു പിന്നീട് ജയിലായിട്ട് കൺവേർട്ട് ചെയ്തത്. ആഗാഖാൻ പാലസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആ കാലഘട്ടത്തിലേ ഉള്ള ഫ്ലോറിംഗ് വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിൽ റിനോവേറ്റീവായിരിക്കുന്ന സംഗതികളൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അക്കാലത്ത് ഈ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി 12 ലക്ഷം രൂപയായിരുന്നു അത്രേ. ഇതൊരു പൂർണ്ണകായ പ്രതിമയുണ്ട് ഇവിടെ, സൈലൻസ് പ്ലേസ്. വാതിൽ മാത്രം ജയിലിൻ്റെ തന്നെയുണ്ട് അല്ലേ? ഇപ്പോഴത്തെ വാതില അതല്ലേ. പൂനെയിലാണ് ഈ ഒരു കെട്ടിടം ഉള്ളത്. പൂനെയിൽ എർവാദ ജയിലിലാണ് ഔദ്യോഗികമായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. പക്ഷേ എർവാദ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഇവിടുത്തെ ഈ ഒരു കൊട്ടാരത്തിലായിരുന്നു ഇപ്പം മഹാത്മാഗാന്ധിനെ, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഭാര്യ, സരോജിനി നായിഡു അവരെയൊക്കെ പാർപ്പിച്ചത്. മഹാത്മാഗാന്ധിൻ്റെ ഒരു പ്രതിമ കൂടെ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ഒരു പ്രൈവറ്റ് റൂമായത്. അതിൽ ഗാന്ധിജി വായിക്കുന്ന ഒരു പ്രതിമയുണ്ട്. അതുപോലെ തന്നെ വേറൊരു സംഗതി ഉള്ളത്, അദ്ദേഹം ഉപയോഗിച്ച ചർക്ക ഇവിടെയുണ്ട്. അദ്ദേഹം ഗ്രാമ്പൂ കൊണ്ടുണ്ടാക്കിയ മാലയാണിത് ഈ കാണുന്നത്. മറ്റേതെന്താണോ എന്തോ പൂവോ എന്തോ ആണ് അത്. അതേപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴും. ഗാന്ധിജി ട്രേഡഡ് ദിസ് പാർട്ട് ടു സമാധി. നമുക്ക് ഒന്നങ്ങോട്ടേക്ക് പോവാം. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും ഈ ഗാന്ധിജിനെ ഇത്രമാത്രം എന്നോടൊരു സെലിബ്രിറ്റീനെ പോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവാറുള്ളത്. ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീനിൽ നമുക്ക് ഇതുപോലുള്ള ജ്യൂസ് ഐറ്റംസ്, ചായ, പാവ് ബജ്ജി, അങ്ങനെ കുറച്ച് സംഗതികൾ കിട്ടും. ആ കാണുന്നതാണ് ഫസ്റ്റിലെത്തിയത് മഹാദേവ് ദേശായിൻ്റെ ശവകുടീരാണ്. തൊട്ടപ്പുറം കാണുന്ന കസ്തൂർബാ ഗാന്ധിയുടെ. പിന്നെ ആ അങ്ങേയറ്റത്ത് കാണുന്ന മഹാത്മാഗാന്ധിയുടേതാണ്. 4 സ്ഥലങ്ങളിൽ നിമജ്ജനം ചെയ്തിട്ടുണ്ട്. അതിൽ 4ാമത്തെ ഒരു സ്ഥലമാണ് ഈ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത സ്ഥലമാണ് ഈ കാണുന്നത്. ആഗാഖാൻ പാലസ് എന്ന് ഞാൻ ഇറങ്ങി വരുന്നേ. അവസാനമായിട്ട് ഒരു കാഴ്ച ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഈ ആഗാഖാൻ പാലസിൻ്റെ തൊട്ടടുത്ത് ട്രംപ് ടവർ എന്ന് പറഞ്ഞൊരു ടവറുണ്ട്. ആക്ച്വലി ഈ ട്രംപ് ടവർ എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ ഇന്ത്യയിലുള്ള ഒരു ഓഫീസാണ്. ആ ഓഫീസ് കെട്ടിടം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ കാണുന്ന കറുത്ത കെട്ടിടം കണ്ടോ? ആ കറുത്ത കെട്ടിടമാണ് ട്രംപിൻ്റെ ഇന്ത്യയിലെ ആസ്ഥാനമായിട്ടുള്ളത്. ട്രംപ് ടവർ എന്നാണ് അതിൻ്റെ പേര്. ഏതാണ്ട് 10-15 വർഷമായി ഇവിടെ. ആക്ച്വലി ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഇത് കൂടുതൽ ആൾക്കാർ അറിഞ്ഞതെന്ന് മാത്രം.
അപ്പോൾ ഓക്കെ, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മഹാത്മാഗാന്ധിനെ കുറിച്ചോ എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത വീഡിയോനെ കുറിച്ചോ എന്തെങ്കിലും എതിരഭിപ്രായങ്ങളോ നിലവിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ അപ്പോൾ ഓക്കെ, ബൈ ബൈ.